ഹജ്ജ് സീസണിൽ അനുമതിയില്ലാതെ മക്കയിൽ പ്രവേശിക്കുന്നവർക്കെതിരെ നടപടി കടുപ്പിച്ച സൗദി അറേബ്യ. ഹജ്ജ് പെർമിറ്റില്ലാതെ മക്കയിൽ പ്രവേശിക്കുന്നവർക്കും അവർക്ക് സഹായം നൽകുന്നവർക്കും 1 ലക്ഷം റിയാൽ വരെ പിഴയും നാടുകടത്തലും ഉൾപ്പെടെയുള്ള ശിക്ഷകളാണ് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെയ് അവസാന വാരം നടക്കുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുണ്യഭൂമിയിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പ്രത്യേക പെർമിറ്റ് ഇല്ലാത്തവർ മക്കയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. അനുമതിയില്ലാതെ മക്കയിൽ പ്രവേശിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. അനുമതിയില്ലാതെ ഹജ്ജ് ചെയ്യാനോ മക്കയിൽ പ്രവേശിക്കാനോ ശ്രമിച്ചാൽ 20,000 റിയാൽ വരെ പിഴ ചുമത്തും. സന്ദർശക വിസയിലുള്ളവർക്ക് ഏപ്രിൽ 18 മുതൽ മെയ് 31 വരെ മക്കയിലും പരിസരങ്ങളിലും പ്രവേശിക്കുന്നതിനും താമസിക്കുന്നതിനും കർശന വിലക്കുണ്ട്. നിയമലംഘകർക്ക് സഹായം നൽകുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കും. നിയമലംഘകർക്ക് വിസ നൽകുന്നവർ, അവർക്ക് താമസ സൗകര്യം ഒരുക്കുന്നവർ, യാത്രാ സൗകര്യം നൽകുന്നവർ എന്നിവർക്ക് 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും. താമസ സൗകര്യം നൽകുന്ന ഹോട്ടലുകൾക്കും കെട്ടിടമുടമകൾക്കും നടപടി നേരിടേണ്ടി വരും. നിയമലംഘകരുടെ എണ്ണത്തിനനുസരിച്ച് പിഴ കൂടും. യാത്രാ സൗകര്യം നൽകുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടും. നിയമം ലംഘിക്കുന്ന പ്രവാസികളെ സൗദിയിൽ നിന്ന് നാടുകടത്തുകയും അടുത്ത 10 വർഷത്തേക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. ശിക്ഷാ നടപടികൾ നേരിടുന്നവർക്ക് 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാൻ അവസരമുണ്ടാകും. വിശ്വാസികൾ ഔദ്യോഗിക ഹജ്ജ് പെർമിറ്റുകൾ ഉറപ്പാക്കണമെന്നും നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.